ോട് യോജിച്ചു പോകാമെന്നുള്ളൊരു കാര്യം. അതല്ല, ഇഷ്ടമുള്ള രീതിയിൽ ഹിജാബിട്ട് സ്കൂളിൽ പോകണം എന്നാണെങ്കിൽ മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ സ്കൂളുകളിൽ പോയിട്ട് നല്ല രീതിയിൽ പഠിക്കാം. പിന്നെ പൊതുവേ എന്ന് പറഞ്ഞാൽ ഇപ്പം മുസ്ലിംസ്, ഹിന്ദു, ക്രിസ്ത്യൻ എന്ന് പറയുന്നൊരു പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുമോ കേരളത്തിൽ. നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കേണ്ട ചില കാര്യങ്ങൾ വാർത്തകളിൽ വരുന്നില്ല. മതങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്പർദ്ധയുള്ള വാക്കുകളാണ് കൂടുതലും വരുന്നത്. അല്ലാതെ ഇപ്പം വാർത്തകളിൽ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു ബംഗാളിൽ ഒരു നേഴ്സിനെ കുറേ പേര് ചേർന്നിട്ട് റേപ്പ് ചെയ്തു കൊന്നു. അതിൻ്റെ വാർത്തയെങ്ങും വലുതായിട്ട് വന്നില്ല. പിന്നെ നമ്മുടെ ഒരു പയ്യനെ കുറച്ച് രാജ്യത്തിൻ്റെ കാവൽക്കാർ പല രീതിയിൽ സ്നേഹിച്ച് പലതരത്തിൽ ഇറച്ചി കഷ്ണങ്ങളും ബീഫും പൊറോട്ടയൊക്കെ കൊടുത്ത് കഴിമരുത്തി കയറ്റി. അതിൻ്റെയും വാർത്തകളൊന്നും വലുതായിട്ട് ഇവിടെ വന്നിട്ടില്ല. ഈ ഒരു വാർത്ത മാത്രം ഇങ്ങനെ രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും മറ്റേ ഗുളിക കഴിക്കുന്ന പോലെ ഇങ്ങനെ ചാനലുകളിൽ വന്ന് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതിനിടയിൽ കിടന്ന് കലാപം ഉണ്ടാക്കാനും ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർക്കുള്ള അവസരം മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുക്കരുത്. സർക്കാർ സ്കൂളുകളുണ്ട്. സർക്കാർ സ്കൂളുകളിൽ പഠിച്ചവരാരും നശിച്ചു പോയവരല്ല. നല്ല രീതിയിൽ ഇപ്പോഴും നല്ല ഉന്നതമായ മെച്ചപ്പെട്ട നിലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ സർക്കാർ സ്കൂളുകളിലും ചില സാറന്മാരുണ്ടാവും, ചില മാനേജ്മെൻറ്റിൽ, എല്ലായിടത്തും ഉണ്ടാവും. ഈ കീടങ്ങൾ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉള്ളതാണ്. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കീടനാശിനി ഇപ്പോൾ ടോയ്ലറ്റിനകത്ത് ഹാർപ്പിക്ക് അടിച്ചാൽ ഒരെണ്ണം ഇങ്ങനെയെന്ന് ഞൊളയെന്ന് കാണാമല്ലോ, അതുപോലെ. അപ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും അതിനിടയിൽ വന്ന് മറ്റൊരുത്തനിട്ട് ഇളക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണ്ടേ. നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ സോൾവ് ചെയ്യുക. ഒന്നാലോചിക്കേണ്ട കാര്യമുണ്ട്, ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ. അത് വളർന്നു വരുന്നൊരു കുട്ടിയാണ്. ഇനി ഏത് ദുനിയാവിൻ്റെ ഏത് കോണിൽ പോയി ജോലി ചെയ്താലും അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ വലിച്ചഴിച്ച് അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ബലിയാടാവാതെ മറ്റുള്ളവർക്കുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാതിരുന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സോൾവ് ചെയ്യുക. അതാണ് ബെറ്റർ.